അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ തൃപ്തി, സ്വർഗം, ഇതൊക്കെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ, പ്രതിസന്ധികൾക്ക് നടുവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങൾ നാളെ പരലോകത്തെത്തുന്ന വേളയിൽ നിഷ്ഫലമാവുന്ന, നിരർത്ഥകമാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. എത്രത്തോളം ദുഃഖകരമായിരിക്കും അത്. അതുകൊണ്ട് നാം നിർവഹിക്കുന്ന ലളിതമായിട്ടുള്ള ആരാധനകൾ, അതിൻ്റെ പർപ്പസ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ടാവണം. അത് കളങ്കരഹിതമാവണം. അള്ളാഹു എന്നിൽ നിന്ന് ഈ പ്രവർത്തനം സ്വീകരിക്കണം എന്നുള്ള അടങ്ങാത്ത ഒരു അഭിനിവേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് പ്രവാചകന്മാർ, ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ രണ്ട് പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് പരിശുദ്ധമായിട്ടുള്ള ഗേഹം കഅബ നിർമ്മിക്കുന്നത്. ആ കഅബ നിർമ്മാണം നിർവഹിച്ചതിന് ശേഷം രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അതുകൊണ്ട് ഇത് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്, ഏതൊരു സൽപ്രവർത്തനം നമ്മൾ നിർവഹിക്കുകയാണെങ്കിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തം, ഇഷ്ടം ഈ പ്രവർത്തനത്തിൽ നമുക്കുണ്ടാവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്.